ഹലോ നമസ്തേ, കഫ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ സർവ്വമായ കണ്ടേക്കാണ്. സർവ്വമായര് നിവിൻ പോളി തിരിച്ചു വന്നു എന്ന് വേണം പറയാൻ. കാരണം നമ്മളിപ്പോൾ ഒരു നിവിൻ പോളി സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് വെച്ചാൽ കോമഡിയാണ്, റൊമാൻറ്റിക്കാണ്, ഒരു ഫീൽ ഗുഡാണ്. ഇത് മൂന്നും നമുക്ക് സർവ്വമായ എന്ന് പറയുന്ന സിനിമയിൽ കൂടെ കിട്ടും തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട അഖിൽ സത്യന്റെ ഡയറക്ഷനാണ്. സത്യൻ അന്തിക്കാടിന്റെ മോൻ തന്നെ പുള്ളി. അതായത് നമ്മുടെ നാട്ടിൻപുറം, വയല്, തോട്, വീട്, അതുപോലെ ഈ കുടുംബ ബന്ധങ്ങളുണ്ടല്ലോ, അവർ തമ്മിലുള്ള ഒരു ആഴത്തിലൊരു ബന്ധം, ഈ അച്ഛൻ മകൻ, അങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി അതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി, അജു വർഗീസ്. പിന്നെ ഈ സ്റ്റോറി നമുക്ക് മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട്, ചെറിയ വിസ്മയ തുമ്പത്തി കൂടെയും അതുപോലെ നമ്മുടെ ഒരു മുറയെ ബന്ധപ്പാത്തായ അങ്ങനത്തെ ചില സിനിമകളിൽ കൂടെ ടച്ച് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഉണ്ട് ചില സ്റ്റോറി, ഒരുപാടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. പക്ഷെ നിവിൻ പോളി ഇതിൽ ഒരു സ്പേസ് ഉണ്ട്. നിവിൻ പോളിക്ക്, അജു വർഗീസിനും ഉണ്ട്. ആ ഒരു ഇത് അവര് നല്ല ഇല്ലത്തെ കുട്ടികളായിട്ട് അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും പോകുന്ന ഒരാളും നിരാശയോടെ വരില്ല, നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഫാമിലിയായിട്ട് കാണാനും കൊള്ളാം. ആകെയുള്ളവർ എനിക്കൊരു നിരാശ വന്നാൽ പെട്ടെന്ന് സിനിമ തീർന്നു പോയ പോലെ നമ്മൾ ഇങ്ങനെ എൻഗേജിംഗ് ആയിട്ട് ഇരിക്കുമ്പോഴേ ഇങ്ങനെ അതങ്ങനെ നടത്താൻ പറ്റും. അത് കുറച്ച് സ്റ്റോറിക്ക് വേണ്ട അത് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ സിനിമകളെ സംബന്ധിച്ച് കൂടുതലും പഴയ സിനിമകൾ പോലെയല്ല. കൂടുതലും നമ്മളെ സിനിമ കണ്ടിറങ്ങിയിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് തരും ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ്. അപ്പൊ അഖിൽ സത്യ അതിൽ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഒരു കാര്യം വെച്ചത്, ഇപ്പം നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഏറ്റവും അവസാനം നല്ല നിവിൻ പോളി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഐ ആം കമ്മിങ് ബേബി, ഐ ആം കം ബാക്ക് ബേബി എന്ന് പറയണം. ആ ഒരു സംഭവം ശരിക്കും ഈ പടം കാണുമ്പോഴത്തേക്ക് നിവിൻ പോളി ആ ഡയലോഗ് പറഞ്ഞിരിക്കും. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ഫാർമ നമ്മളെ വെബ് സീരീസ് ഇല്ലേ നിവിൻ പോളി, അതിൽ പറയുന്നു നിങ്ങളൊരു കംബാക്ക് മോനാണ് മോനെ എന്ന് പറയും. അപ്പൊ അതൊക്കെ പുള്ളിക്ക് യോജിക്കുന്ന തരത്തിലാണ് പടം പോയേക്കുന്നത്. പുള്ളിക്ക് എന്തോ ഒരു സ്പേസ് ഉണ്ട് അതിനകത്ത്. ആ കിടിലൊരു പഴയ ഒരു പുള്ളിയുടെ ഒരു ഹ്യൂമർ ഏരിയ ഉണ്ടല്ലോ, അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ മലയാളത്തിൽ മോഹൻലാലിനൊക്കെ ശേഷം ഈ ഹ്യൂമർ ഇങ്ങനെ നാച്ചുറലായിട്ട് കൈകാര്യം ചെയ്യുന്നത് നല്ല ആക്ടറാണ്. അത് പുള്ളിക്കേ പറ്റുള്ളൂ. അത് നിവിൻ പോളിയുടെ പ്രത്യേക ഒരു കഴിവാണ്. സത്യൻ അന്തിക്കാടിന് ഈ ഹൃദയപൂർവ്വം അങ്ങനത്തെ സിനിമകളൊക്കെ ഒരു ടച്ച് ഉണ്ട്, റെഫറൻസ് പറയുന്നില്ല, അതൊക്കെ ഉള്ളു. പിന്നെ അജു വർഗീസ് എങ്ങനെയുണ്ട്? അജു വർഗീസ് നിവിൻ പോളി കോംബോ നമുക്ക് അറിയാവുന്നതാണ്, അതുപോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ കോംബോ കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു കോംബോ അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. അഖിൽ സത്യന്റെ ഇന്റർവ്യൂല് പുള്ളി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കോമഡി പറയുമല്ലോ, അങ്ങനെ വേണ്ടത്. അല്ലാതെ ഇവർ അജു വർഗീസ് നിവിൻ പോളി ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമയിലൊക്കെ കുറച്ച് ഒരു ഓവർ ടൈപ്പ് ഹൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെയല്ല പോയേക്കണം. ഒരു നോർമൽ ടൈപ്പിലാണ് ഇവരെ കോംബോ വർക്ക്. അത് അടിപൊളിയായിട്ടുണ്ട്. അത് അടിപൊളിയല്ലേ, കിടിലല്ലേ, ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയായിരുന്നു. പിന്നെ എന്തൊരു പറയാനുണ്ട്, പൃഥ്വിന്റെ കഥാപാത്രവും റിയയുടെ കഥാപാത്രവും രണ്ടുപേരും കൊള്ളായിരുന്നു. സർവമായ സാധനം അത് അടിപൊളിയായിരുന്നു. പിന്നെ ജനാർദ്ദനൻ സാറ്, പിന്നെ അതിനകത്ത് നമ്മൾ നിവിൻ പോളിയുടെ അച്ഛന്റെ ക്യാരക്ടർ അത് തന്നെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, നമുക്കായാലും കണ്ണു നിറഞ്ഞു പോകും. പ്രത്യേകിച്ച് ഈ ആമ്പിള്ളേർക്ക് അച്ഛനായിട്ടുള്ള കണക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് അത് വരുന്നതാണ്. പിന്നെ അതിനകത്ത് ഇനി അത് പറയണം, ചെറിയ റോളാണെങ്കിലും കിടിലമായിരുന്നല്ലേ, അടിപൊളിയായിരുന്നു. മറ്റേ നല്ല ഓഡിയൻസിന്റെ കൂടെ കണ്ടാൽ അത്രയും നല്ലതാണ്. അതാണ്, നമ്മൾ എപ്പോഴും ഒരു എൻഗേജിങ് ഓഡിയൻസിന്റെ കൂടെ സിനിമ കാണുമ്പോഴാണ് നമുക്കത് മനസ്സ് നിറയുന്നത്. അല്ലാതെ നമ്മൾ വേറെ നല്ല തിയേറ്റർ ചിലപ്പോൾ അടിപൊളിയായിരിക്കും, പക്ഷെ ഓഡിയൻസ് നമ്മൾ അത്ര സപ്പോർട്ട് മനസ്സറിഞ്ഞ് എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ചിരിക്കും. അപ്പൊ അത് എപ്പോഴും നല്ലൊരു ഓഡിയൻസിന്റെ പ്ലസ് ആണ്. അതൊക്കെയാണ് പറയാനുള്ളത് അല്ലേ. ഇപ്പൊ എല്ലാവരും പോയി കാണണം, നല്ല ഫീൽ പോസിറ്റീവ് റെസ്പോൺസ് ആണ് എല്ലായിടത്തും അല്ലേ, പോസിറ്റീവ് ആണ്. അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് ഈ ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന നിവിൻ പോളി ചിത്രമാണ്. നിവിൻ പോളി ഒരു തിരിച്ചു വരവ് മോൻ അല്ലേ, അത്ര പറയുള്ളൂ. അപ്പോൾ എന്താണ്, പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉടനെ വരുന്നവർ. അൻഡിൽ ദെൻ ലൈൻ കട്ട്.